ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭാഷാശേഷി വികസനവുമായി ബന്ധപ്പെട്ട് സ്കിന്നറുടെ കാഴ്ചപ്പാടിൽ വരാത്തത്. ഭാഷാശേഷി വികസനവുമായി ബന്ധപ്പെട്ട് സ്കിന്നറുടെ കാഴ്ചപ്പാടിൽ വരാത്തത്. ഓപ്ഷൻ എ, ഭാഷാ വികസനം വ്യവഹാരവാദത്താൽ അധിഷ്ഠിതമാണ്. ഓപ്ഷൻ ബി, ചോദക പ്രതികരണ പ്രബലനം പ്രത്യക്ഷ ബലത്തെ അനുകൂലിക്കുന്നു. ഓപ്ഷൻ സി, കുട്ടിയുടെ ആന്തരിക പ്രക്രിയയിൽ ഊന്നൽ നൽകണം. ഓപ്ഷൻ ഡി, കുട്ടിയുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന സമ്മാനം, പ്രശംസ എന്നിവ ഭാഷാ വികസനത്തെ സ്വാധീനിക്കും. ഇതിനകത്ത് സ്കിന്നറുടെ കാഴ്ചപ്പാടിൽ പെടാത്തത്. ഓക്കെ, ഇത്രയും മതി. സ്കിന്നറുടെ കാഴ്ചപ്പാടിൽ പെടാത്തതാണല്ലേ ചോദ്യം. അതേതാണ്? കുട്ടിയുടെ ആന്തരിക പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകണം. ഇതാരുമായിട്ട് ബന്ധപ്പെട്ടതാ? കുട്ടിയുടെ ആന്തരിക പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകണം എന്ന് പറയുന്ന ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് ബന്ദൂരയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. അപ്പം ഉത്തരം സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ്. ബോബോ പാവ പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയറക്റ്റ് ചോദ്യം, ഡയറക്റ്റ് ഉത്തരം. ബോബോ പാവ പരീക്ഷണം, സ്കിന്നർ, വൈഗോട്സ്കി, പിയാഷെ, ബന്ദൂര. ബോബോ പാവ പരീക്ഷണം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബന്ദൂരയാണല്ലേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. 1. നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മമായ തലത്തിൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ബന്ദൂര പറയുന്നു. 2. നിരീക്ഷണ പഠന പ്രക്രിയയ്ക്ക് മാതൃക നൽകാൻ ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, അഭിപ്രേരണ എന്നിങ്ങനെ 5 ഘടകങ്ങളുണ്ട്. എയും ബിയും ശരി, ബി എ മാത്രം ശരി, സി ബി മാത്രം ശരി, ഡി എയും ബിയും തെറ്റ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ. നിരീക്ഷണ പഠനവുമായി ബന്ധപ്പെട്ട് ബന്ദൂരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇല്ലേ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ്? എയും ബിയും ശരിയാണല്ലേ. എയും ശരിയാണ്, ബിയും ശരിയാണ് അല്ലേ. നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മമായ തലത്തിൽ സാമൂഹിക വികാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നു. പിന്നെ അതിനകത്ത് ഏതൊക്കെയാണ്? ശ്രദ്ധ, നിലനിർത്തൽ, മാതൃക നൽകൽ, ചാലക പ്രകടനം, അഭിപ്രേരണ എന്നിങ്ങനെ 5 ഘട്ടങ്ങളും ഉണ്ടില്ലേ. അപ്പം രണ്ടും ശരിയാണ്. അപ്പം എ ആണ് ശരിയായ ഉത്തരം. എയും ബിയും ശരിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കണ്ടോ, അപ്പം ഓപ്ഷൻ ബി കണ്ടോ, എ മാത്രം എന്നുള്ളത് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കാരണം ഇപ്പം ഇങ്ങനൊരു ചോദ്യം ചോദിച്ച് ബി ആണ് ഉത്തരം എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? എ. ബിയുടെ ഉത്തരം ആയിട്ട് വരുന്നത് എ ആണ്. അപ്പം നിങ്ങൾ കറുപ്പിക്കുമ്പോൾ മാറിപ്പോകരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിവേ അത് പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം, ഗുഡ് ബോയ് നൈസ് ഗേൾ കാലഘട്ടം. ഗുഡ് ബോയ് നൈസ് ഗേൾ കാലഘട്ടം. എ, സാമൂഹിക നിയമപാലനം, ബി, പ്രായോഗിക ആപേക്ഷികത്വം, സി, അന്തർവൈരക്ത്യ സമന്വയം, ഡി, ശിക്ഷയും അനുസരണയും. ഇതിനകത്ത് ഏതാണ് ഗുഡ് ബോയ് നൈസ് ഗേൾ കാലഘട്ടം? പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഉത്തരം ഏതാണ്? ഉത്തരം സി ആണല്ലേ, അന്തർവൈരക്തിക സമന്വയമാണല്ലേ. ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കോൾബർഗിൻ്റെ നൈതിക വികാസം അല്ലെങ്കിൽ സാന്മാർഗിക വികാസം, ഇതല്ലെങ്കിൽ ഏതാണ്? സദാചാര സിദ്ധാന്തം എന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണല്ലേ. ഇതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ടില്ലേ. എന്താണ്? ഹെൻസ് ഡെലേമ എന്ന് പറഞ്ഞ കഥയുണ്ടല്ലേ. ഹെൻസ് ഡെലേമ എന്ന് പറഞ്ഞൊരു കഥ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മുടെ നൈതിക വികാസവും അല്ലെങ്കിൽ കോൾബർഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം കോൾബർഗ് ആദ്യം 3ആയിട്ട് തിരിക്കും. പൂർവ്വ സദാചാരഘട്ടം, യാഥാസ്ഥിക സദാചാരഘട്ടം, സദാചാരാനന്തര ഘട്ടം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി ഉത്തരം എഴുതുക. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യമാണടാ. 5ാമത്തെ ചോദ്യമാണ് ഇവിടെ 5ാമത്തെ ചോദ്യം. ഡെവലപ്മെൻ്റൽ ടാസ്ക് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെവലപ്മെൻ്റൽ ടാസ്ക്, കോൾബർഗ്, ഹാർവി ഗസ്റ്റ്,
ടോൾമാൻ, നൊവാക്ക്. ഡയറക്റ്റ് ചോദ്യമാണ്, ഡെവലപ്മെൻറ്റ് ടാസ്ക് കാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും സമയം മതി. ആരാണത്? ഹാർവി ഗസ്റ്റാണ്. ഹാർവി ഗസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് ടാസ്ക്. ഉത്തരം ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോൾമാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാ? സി, ടോൾമാൻ. ടോൾമാൻ ഏതാണ്? വൈജ്ഞാനിക ഭൂപടം. വൈജ്ഞാനിക ഭൂപടം എന്ന് പറയുന്ന സാധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് ആര്? ടോൾമാൻ. അങ്ങനെയാണെങ്കിൽ നൊവാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആശയ ഭൂപടം ഇല്ലേ? ടോൾമാൻ വൈജ്ഞാനിക ഭൂപടം, നൊവാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നൊവാക്ക് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആശയ ഭൂപടം. ഇതിൻ്റെ ഉത്തരം ഹാർവി ഗസ്റ്റാണ്. അപ്പോൾ ടോൾമാൻ വൈജ്ഞാനിക ഭൂപടവും നൊവാക്ക് ആശയ ഭൂപടവുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചേക്കുക. ഓക്കെ, അടുത്ത 6ാമത്തെ ചോദ്യം. സ്വാഭാവിക ഗതിയിലുള്ള വികസന പ്രക്രിയയെയും ശേഷിയെയും ആർജനത്തെയും തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെ വികസന പ്രവൃത്തി എന്ന് വിളിക്കും. വിളംബിത ചാലകഘട്ടം എന്ന് വിളിക്കും. പൊട്ടൻഷ്യൽ ഹസാർഡ് എന്ന് വിളിക്കും. ഇവയൊന്നുമല്ല. അതിനകത്ത് ഈ സ്വാഭാവിക ഗതിയെയും വികസനത്തെയും പ്രക്രിയയെയും ശേഷിയെയും ആർജനത്തെയും തടസ്സപ്പെടുത്തുന്നത് അതിനെ എന്ത് വിളിക്കും? ഇതെവിടാ കിടക്കുന്നതെന്നറിയാമോ ആർക്കെങ്കിലും? ആ ഡെവലപ്മെൻ്റൽ ടാസ്ക് കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ DLEDൻ്റെ കാറ്റഗറി 1 ടെസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാറ്റഗറി 1 കാറ്റഗറി 2 DLEDൻ്റെ ടെസ്റ്റാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നോക്കണം. ഒന്നാമത്തെ ഓപ്ഷനെ വികസന പ്രവൃത്തി ആണോ? അല്ല. ഡെവലപ്മെൻ്റൽ ടാസ്കിൻ്റെ മറ്റൊരു പേരാണ് ഏത്? വികസന പ്രവൃത്തി എന്ന് പറയുന്നത്. 2 വിളംബിത ചാലകഘട്ടം ആണോ? അല്ല. ഒരു ശാരീരിക വളർച്ച ഉണ്ടായിട്ടും കുട്ടിക്ക് ഒരു നേട്ടം കൈവരിക്കാൻ ഉണ്ടാകുന്ന കാലതാമസത്തെയാണ് എന്ത്? വിളംബിത ചാലകഘട്ടം എന്ന് പറയുന്നത്, കാലവിളംബം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഹസാർഡ്. പൊട്ടൻഷ്യൽ ഹസാർഡാണ് എന്ത്? ഉത്തരം. അപ്പം ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ ഹസാർഡാണ് ഉത്തരം. അതായത് സ്വാഭാവിക ഗതിയിലുള്ള വികസന പ്രക്രിയയെയും ശേഷിയെയും ആർജനത്തെയും തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളെ എന്തോ വിളിക്കും? പൊട്ടൻഷ്യൽ ഹസാർഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 7ാമത്തെ ചോദ്യം, എറിക് എച്ച് എറിസൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായം 6 മുതൽ 12 വയസ്സ് വരെ നേരിടുന്ന പ്രതിസന്ധിയിൽ താഴെ പറയുന്ന ഏതാണ്? അതായത് എറിക് എച്ച് എറിസൻ്റെ അത് പ്രകാരം സ്കൂൾ പ്രായം ഏത്? അത്രയേ ഉള്ളൂ. ഊർജ്ജസ്വലത, അപകർഷത, ഗാഠബന്ധം, ഏകാകിത്വം, വിശ്വാസത, സ്വാശ്രയത്വം, ലജ്ജ. ഊർജ്ജസ്വലത, അപകർഷത, ഗാഠബന്ധം, ഏകാകിത്വം, വിശ്വാസത, അവിശ്വാസത, സ്വാശ്രയത്വം, ലജ്ജ. ഇതിലേതാണ്? ഏഴാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും സമയം മതി. ഉത്തരം ഏതാടാ? ഊർജ്ജസ്വലത, അപകർഷതയാണ് ഉത്തരം. ഓക്കെ, നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം. എറിക് എറിസൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ, കുട്ടിയുടെ അന്വേഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ബി, ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം. ഓപ്ഷൻ സി, കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം. ഓപ്ഷൻ ഡി, ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. ചോദ്യം ഒന്നും കൂടി വായിച്ചു നോക്കുക. ഉത്തരം പെട്ടെന്ന് പറയുക. ഓക്കെ, ചോദ്യം എന്താണ്?
തടസ്സം നിൽക്കുന്നതാണ് ഇല്ലേ? തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിനകത്ത് തടസ്സം നിൽക്കുന്നത് ഏതാ? ഈ ഓപ്ഷൻ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. തടസ്സം നിൽക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ. ഏതാണ്? ഡി ആണ്. അപ്പം 8ൻ്റെ ഉത്തരം ഏതാണ്? ഡി എ വരും. ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം എടുത്ത് പഠന പ്രവർത്തനം നൽകണമെന്നുള്ളത് ആണ് ഇതിനകത്ത് തെറ്റായ ഉത്തരം. അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. എറിക്സന്റെ സാമൂഹിക വികസന ഘട്ടങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? എറിക്സന്റെ സാമൂഹിക വികസന ഘട്ടങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? സ്വാശ്രയത, ജാള്യത, പ്രാഥമിക വിശ്വാസം, അവിശ്വാസം, ഊർജ്ജസ്വലത, ആകർഷണത, സൃഷ്ടി, മുരടിപ്പ്. ഇത്രയും സമയം മതി കേട്ടോ. ഇതിനൊക്കെ ഇത്രയും സമയം അധികമാണ്. ഓക്കെ, ഒറ്റയടിക്ക് പ്രാഥമിക വിശ്വാസം, അവിശ്വാസം അല്ലേ? അപ്പം 0 മുതൽ 1.5 വയസ്സ് വരെ അല്ലേ പ്രാഥമിക വിശ്വാസം, അവിശ്വാസം? അതാണ് ആദ്യത്തെ ഘട്ടം. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു. എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഏത് ഘട്ടത്തിലാണ്? സ്വേച്ഛാ പ്രതികരണവും സംശയവും, സ്വത്വവും കുറ്റബോധവും, കർമ്മോത്സുകതയും അപകർഷതയും, മുൻകൈയെടുക്കലും കുറ്റബോധവും. പെട്ടെന്ന് പറഞ്ഞേരെ. ഓക്കെ, ഇതിനകത്ത് ഏതാണ്? എത്രാം ക്ലാസ്സിലാണ് കൊച്ചു പഠിക്കുന്നത്? പ്രൈമറി ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അതേതായിരിക്കണം? മുൻകൈയെടുക്കൽ കുറ്റബോധം. ഓപ്ഷൻ ഡി ആയിരിക്കണം ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. രക്ഷകർത്താക്കളിൽ നിന്ന് ശിക്ഷ ഭയന്ന് കുട്ടി നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിൻ്റെ സാൻമാർഗിക സിദ്ധാന്ത വികസന ഘട്ടത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടി ഇങ്ങനെ പെരുമാറുന്നത്? വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിത പൂർവ്വതലം, വ്യവസ്ഥാപിത അനന്തരതലം. ഓക്കെ, ഇതിനകത്ത് ഏതിലാണ്? ഉത്തരം ഏതാണ്? ഇത്രയും സമയം മതി, ഡയറക്റ്റ് അടിക്കുക. വ്യവസ്ഥാപിത പൂർവ്വതലം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ എന്താണ്? പ്രാക് യാഥാസ്ഥിക സദാചാര ഘട്ടം അല്ലേ? അതാണ് ഉത്തരം ബി ആണ്. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യമാണ് അടുത്തത്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത ഫലത്തിൻ്റെ വിനിമയം ഉൾപ്പെട്ട പിയാഷെയുടെ സാൻമാർഗിക ഘട്ടം. ഇപ്പം പിയാഷെയുടെ സാൻമാർഗിക ഘട്ടങ്ങളുണ്ട്. പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടങ്ങൾ കൂടാതെ പിയാഷെയുടെ സാൻമാർഗിക ഘട്ടങ്ങളുണ്ട്. അതിനകത്ത് റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിത വിനിമയം എന്നുള്ളത് ഉൾപ്പെടുന്നത് ഏതിനകത്താണ്? അനോമി ആണോ, ഹെറ്ററോണമി അതോറിറ്റി ആണോ, ഹെറ്ററോണമി റെസിപ്രോസിറ്റി ആണോ, ആട്ടോണമി അഡോളസൻസ് ആണോ? ഏതാണ്? അനോമിയാണല്ലേ, അനോമി. ഓക്കെ, അനോമിയുടെ പ്രായം എത്ര? 0 മുതൽ 5 വയസ്സ് വരെ ആണല്ലേ, അത് മറക്കരുത്. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 13ാമത്തെ ചോദ്യമാണ്. മൊത്തം പിയാഷെയുടെ ചോദ്യം തോന്നുന്നു. 13. പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടം. അനോമി അതോറിറ്റി, ഹെറ്ററോമി റെസിപ്രോസിറ്റി, ആട്ടോണമി അഡോളസൻസ്.
ഓക്കെ, മതി. പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് ഏതാണ്? ഹെറ്ററോണമി അതോറിറ്റിയാണ്. ഹെറ്ററോണമി അതോറിറ്റിയാണ്. എത്ര വയസ്സ് മുതൽ? 5 മുതൽ 8 വയസ്സ് വരെയാണ് ഹെറ്ററോണമി അതോറിറ്റിയുടെ പ്രായം, ഇല്ലേ? ബാഹ്യമായ അംഗീകാരമാണ് വികസനത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വരുന്നത് ഏതാണ്? ഈ ഹെറ്ററോണമി അതോറിറ്റിയിലാണ്. 5 മുതൽ 8 വയസ്സ് വരെയുള്ള പ്രായമാണ്. കൃത്രിമ പ്രത്യാഘടനയിലൂടെ വിനിമയം നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏതിനകത്താണ്? ഹെറ്ററോണമി അതോറിറ്റിയിലാണ്, ഇല്ലേ? അപ്പം അതെല്ലാം ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 14ാമത്തെ ചോദ്യമാണ് 14ാമത്തെ ചോദ്യം. ഓക്കെ, പിയാഷയുടെ ഏത് സാൻമാർഗിക വികസന ഘട്ടത്തിലാണ് തനിക്ക് വേദന ഉണ്ടാകുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്നത്? അനോണമി, ഹെറ്ററോണമി, റെസിപ്രോസിറ്റി, ആട്ടോണമി, അഡോളസൻസ്, ഹെറ്ററോണമി അതോറിറ്റി. പെട്ടെന്ന് ഉത്തരം പറയുക. ഓക്കെ, ഉത്തരം ഏതാടാ? ഹെറ്ററോണമി റെസിപ്രോസിറ്റിയാണ് ഉത്തരം. തനിക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ പാടില്ല. സാൻമാർഗിക വികാസനത്തിൽ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ് എന്നൊക്കെ വരുന്നത് ഏതിനകത്താണ്? ഹെറ്ററോണമി റെസിപ്രോസിറ്റിയിലാണ്. ഓക്കെ, ലാസ്റ്റ് ഇന്നത്തെ 15ാമത്തെ ചോദ്യം. പിയാഷയുടെ ഏത് സാൻമാർഗിക വികസന ഘട്ടത്തിലാണ് ബാഹ്യമായ അധികാരങ്ങൾ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത്? ഏതിനകത്താണ്? പെട്ടെന്ന് പറയുക. ഓക്കെ, ഏതാണ്? ഹെറ്ററോണമി അതോറിറ്റിയിലാണ്, ഇല്ലേ? ബാഹ്യമായ ഇത് സാൻമാർഗിക അധികാരങ്ങൾ സാൻമാർഗിക വികാസനത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ? അപ്പം പിന്നെ അതിനകത്ത് വലിയ കൺഫ്യൂഷനൊന്നും വേണ്ട. ബി ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നന്ദി.